രാവിലെ നമ്മളെ ഉഴുന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ തട്ടിൽ കുട്ടി ദോശനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ അത് തിന്നിട്ടില്ല കേട്ടോ. അപ്പോഴാണ് നമ്മളെ വാവാച്ചി ദോശ തിന്നാൻ വേണ്ടി വന്നത്. അവനക്ക് കോളേജിൽ പോകാൻ സമയമായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു, വാവാച്ചി ഈ തട്ടിൽ കുട്ടി ദോശ തിന്നിക്കണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, പിന്നെ ഞാൻ എത്ര തിന്നിക്കണം കോഴിക്കോട് നിന്നൊക്കെയാണ്. അതെങ്ങനെയാണ് സംഭവം ഉണ്ടാവുക ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞേ, ഉമ്മച്ചി ആദ്യം ഒരു ദോശ എടുത്ത് ഈ പ്ലേറ്റിൽ ഇട്, എന്നിട്ട് ഒന്നും കേട്ടോ അതിൻ്റെ മേലെ ആ ചിക്കൻ കറീൻ്റെ സാലിനൊന്ന് വെഞ്ചരിച്ചിട്ടെന്ന്. അങ്ങനെ ഞാനത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കാണാം കേട്ടോ. വെൽക്കം ടു ഉമ്മൂന്റെ അടുക്കള. ഇന്ന് ഞാൻ മാത്രല്ല, എന്റെ കൂടെ എന്റെ മോനും ഉണ്ട്. മതി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്, ഓംപ്ലേറ്റ്, അതും മുട്ട കൊണ്ട്. കട്ട് കട്ട്, നിങ്ങൾ എന്ത് വർത്താനം പറയാം? മുട്ടോണ്ടല്ല പിന്നെ എന്തുകൊണ്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കുക? ഇജൊന്ന് പോടി അവിടുന്ന്. ഇന്റെ ചാനലിൽ എന്തൊക്കെയാണെന്ന് നിച്ചറിയാം. ഇജിന്റെ ഉമ്മാന്റെ ഉമ്മ നിൽക്കരുത് കേട്ടോ, തോൽച്ചേ. ഗൈസ്, അങ്ങനെ നമ്മളെ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്റെ കുട്ടിക്ക് തന്നെ കൊടുത്തു നോക്കാം, എന്താ അഭിപ്രായം എന്ന് ചോദിക്കാം. പിന്നെ നല്ല പറഞ്ഞോളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ അടുത്തുനിന്ന് ഒരു പച്ചവെള്ളം ഇവിടുന്ന് കിട്ടൂല. മുത്തോ, എങ്ങനെയുണ്ട് എന്റെ ഓംപ്ലേറ്റ്? നല്ല സൂപ്പർ സാധനം. എന്താ പറയാ, എന്റെ ഉമ്മത്തേവത് അങ്ങനത്തെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഞാൻ തോനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന്. എന്നാ അങ്ങനെ അല്ല, നല്ല സൂപ്പർ സാധനം. അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാരും ചാനൽ ശർക്കര വരട്ട, ബെല്ലടിക്ക. ഇത് കത്തും, അതേ ചെക്കന്മാര് കത്തിക്കും. ഞാൻ എന്തായാലും നാളെ എയറിലേക്കാതെ കഴിച്ചിട്ടായി. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. പറഞ്ഞാൽ തന്നെ ഒരേപോലെ പറയലും ഇല്ല. സ്വത്തിനോടാണ് പിന്നെയും ഞാൻ അങ്ങനെ പറയടാ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ തട്ടിൽ കുട്ടി ദോശ എങ്ങനെ ഉണ്ടാക്കണേ നിങ്ങൾക്ക് കാണണ്ടേ? എന്നാൽ ശരി, വരി നമുക്ക് തട്ടിൽ കുട്ടി ദോശ നോക്കാം. അപ്പോൾ തട്ടിൽ കുട്ടി ദോശ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. ഇതാണ് തട്ടിൽ, ഇതാണ് നമ്മളെ തട്ട് കേട്ടോ. അപ്പം ഈ തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കുന്ന കണ്ടോളി കേട്ടോ. കുട്ടി ദോശയാണ് പറയണമെങ്കിലും ഇത് കുറച്ച് വലിയ ദോശ ഉണ്ട്, നല്ല കട്ടിലാണ്ട്. ഇതാണ് തട്ടിൽ കുട്ടി ദോശ. കുറച്ചേരം മൂടി വെക്കാം. അങ്ങനെ നമ്മളെ തട്ടിൽ കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് തട്ടിൽ കുട്ടി ദോശ. ഈ ദോശക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ മാവ് വെച്ച് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം, നെയ് റോസ്റ്റും ഉണ്ടാക്കാം. അതാണ് തട്ടിൽ കുട്ടി ദോശേൻ്റെ പ്രത്യേകത. ഇതിൽ കുറച്ച് മസാലേൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുത്താൽ മസാല ദോശ ആവും. പിന്നെ കുറച്ച് നെയ്യൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നെയ് റോസ്റ്റും ആവും. അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഇതിനെയാണ് തട്ടിൽ കുട്ടി ദോശ എന്ന് പറയാന്ന് ഇപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. വാവാച്ചി പറഞ്ഞപ്പോഴാണ് അറിയണം കേട്ടോ. ഞാൻ അത് തിന്നിട്ടില്ല ഗൈസ്. അവൻ പറഞ്ഞു ഇതന്നെയാണ് ഈ തട്ടിൽ കുട്ടി ദോശ എന്ന്. അപ്പോൾ തട്ടിൽ കുട്ടി ദോശ കാണാത്തവർ കണ്ടോളൂ. നമ്മളെ ഫസ്റ്റ് തട്ടിൽ കുട്ടി ദോശ നമ്മളെ വാവാച്ചി തിന്നുന്നതാണ് ഗൈസ്. വാവാച്ചി തിന്നുകൊണ്ട് നമ്മുടെ തട്ടിൽ കുട്ടി ദോശ ഉദ്ഘാടനം ചെയ്യുന്നു. എടാ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി, ഇനിയിപ്പോൾ അതിന് കുറ്റം പറയരുത്. ഈ കമ്പും ചില്ലൊക്കെ വരുന്നത് പറഞ്ഞാല്, ഈ കമ്പും ചില്ലൊക്കെ ഇട്ടാല് കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ്. അതല്ല, സാബിത്താത്ത കമ്പളക്കടുത്ത സാബിത്താത്ത പറഞ്ഞ് ഈ കറിവേപ്പിലേന്റെ തണ്ടൊക്കെ ഇങ്ങനെ കറിയിലിട്ട നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയാ ഇതെന്തൊക്കെ ഇട്ടിട്ട് ഇനി കറിവേപ്പിന്റെ മാത്രം ഇട്ടാ പോരാ, ചിക്കൻ കറിന്ന് ചിക്കൻ വേണോ? ചിക്കൻ വേ തിന്നിട്ടാണ് ഗൈസ് ഇവൻ എങ്ങനെയൊക്കെ പറയോ. നിങ്ങളത് കാര്യാക്കണ്ട. അവൻ ചിക്കൻ ആദ്യം തിന്നിക്കണേ. ഈ ആദ്യം എന്നോട് എന്താ പറഞ്ഞേ, ചിക്കൻ ഒന്നും ഇല്ലാണ്ട് ഒന്ന് വെഞ്ചരിച്ച് തരാനല്ലേ പറഞ്ഞേ. അപ്പം ഞാൻ തട്ടിൽ കുട്ടി ദോശേൻ്റെ മേലെ ഒന്ന് വെഞ്ചരിച്ച് തന്നാ, അവനക്ക് ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞതാ. അങ്ങനെ തട്ടിൽ കുട്ടി ദോശയും തിന്ന് വാവാച്ചി കോളേജിൽ പോയിട്ടോ. പിന്നെ മുഴുവൻ എൻ്റെതായിരുന്നു. ഞാനും തിന്ന് നോക്കി. വലിയ കുഴപ്പമില്ല, നമ്മൾ സാധാ ഉഴുന്ന ദോശ തന്നെയാണ്. ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ തിന്നണല്ലേ ഈ ഉഴുന്ന ദോശ. ഇതായിരുന്നു ഈ തട്ടിൽ കുട്ടി ദോശ എന്ന് നമുക്കറിയണ്ടേ. എന്തായാലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തി അതിലെ ഓൾ എന്ന ഓപ്ഷനെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയ
തട്ടിൽ കുട്ട് ദോശ പോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.